ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ എന്നുള്ള വിഷയത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതാണ് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷേ ബൈബിളിൽ പഴയ നിയമത്തിലൊക്കെ ആളുകൾ ദൈവത്തെ കണ്ടതായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. അതൊക്കെ എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം അദൃശ്യനാണ്. ദൈവത്തെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുന്നവനാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ദൈവത്തിൻ്റെ അധികാരവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ക്രിസ്തു ആയിരുന്നു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മോശ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്നെണ്ണിയെന്ന്. അപ്പോൾ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ക്രിസ്തു ആയിരുന്നു. ക്രിസ്തുവിൻ്റെ ദർശനമാണ് മോശ കണ്ടത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രാഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നുവെന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴവിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമൂര്യർ, പെരിസ്യർ, ഹിബ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. മോശയുടെ കാര്യം നമുക്കറിയാം. മോശ ജനിച്ചത് ഇസ്രയേലിൻ്റെ മിസ്രയീമിലെ കഠിനപീഡയുടെ കാലത്താണ്. ഇസ്രയേൽ മക്കൾ എണ്ണത്തിൽ പെരുകുന്നത് കണ്ട അസൂയാലുവായ ഫറവോൻ ഇസ്രയേൽ അവർ ഭാവിയിൽ യുദ്ധപ്രാപ്തരാകാതിരിക്കാൻ ആൺകുട്ടികളെ കൊല്ലാനായിട്ട് സൂതികർമ്മിണികളോട് പറഞ്ഞു. പക്ഷേ സൂതികർമ്മിണികൾ അത് ചെയ്തില്ല. അതുകൊണ്ട് ആ ദൗത്യം പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇസ്രായേൽ മക്കൾക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ നീല നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. പക്ഷേ മോശയെ 3 മാസം അവർ സൂക്ഷിച്ചു. 3-ാം മാസം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേച്ച് പെട്ടകത്തിൽ കുഞ്ഞിനെ കിടത്തി അവർ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവച്ചു. പക്ഷേ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ഫറവോൻ്റെ പുത്രി നൈൽ നദിയുടെ തീരത്ത് വന്നപ്പോൾ കേൾക്കാനിടയായി. ആ കുഞ്ഞിനെ അവൾ ആളെ വിട്ട് എടുപ്പിച്ചു. സുന്ദരനായിരുന്നു. പക്ഷെ അവൾക്ക് കുഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത കിരീടാവകാശിയാക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ വളർത്താൻ അവൾ തീരുമാനിച്ചു. അപ്പോഴേക്കും മിരിയാം ഓടിച്ചെല്ലുന്നു. ഇതിനെ മുല കൊടുത്ത് വളർത്താൻ ഞാൻ ഒരാളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്നു. മോശയുടെ അമ്മ യോഖേബേദ് അടുത്തു വരുന്നു. അങ്ങനെ ഫറവോൻ്റെ പുത്രിയുടെ ശമ്പളം വാങ്ങി ആ കുഞ്ഞിനെ അവർ വീട്ടിൽ വളർത്തുകയാണ്. വീട്ടിൽ വളർത്തിയപ്പോൾ അവന് വേണ്ട വിദ്യാഭ്യാസം മാത്രമല്ല, അവന് വേണ്ട ആത്മീയ വളർച്ചയും അവർ നൽകി.
നിശ്ചിത സമയത്ത് അവൻ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. 40 വയസ്സുവരെ മോശ കൊട്ടാരത്തിലാണ്. ആ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും മോശയിൽ നടത്തിക്കുകയായിരുന്നു. പക്ഷേ മോശ മാതാപിതാക്കൾ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. മാതാപിതാക്കൾ പറഞ്ഞിരുന്നു, നിനക്ക് കൂട്ടുകാരില്ല, കാരണം നിൻ്റെ കൂടെ ജനിച്ചവരെല്ലാം കൊല്ലപ്പെട്ടു. നിനക്ക് ദൈവം ഇങ്ങനെയൊരു അവസരം തന്നത് ഇസ്രായേലിനെ വിടുവിക്കാനാണ്, നീ അത് ചെയ്യണം. അവന് അതിൽ ഉറച്ചു നിന്നു. 40 വയസ്സായപ്പോൾ അവൻ വിചാരിച്ചു ദൈവത്തിന് സമയമായി. അവൻ ഇറങ്ങി വന്ന് മിസ്രൈമ്യരുടെ പീഡ കണ്ടപ്പോൾ ഒരു എബ്രായനും ഒരു മിസ്രൈമിനും അടികൂടുന്നത് കണ്ടു. മിസ്രൈമിനെ അടിച്ചു കൊന്ന് മറവ് ചെയ്തു. ഇത് കണ്ട് ഇസ്രായേൽ മക്കൾ തന്നെ നേതാവാക്കുമെന്ന് മോശ വിചാരിച്ചു. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. പിറ്റേന്ന് 2 എബ്രായർ തമ്മിൽ അടികൂടുന്നത് കണ്ട് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തന്ന മോശയെ അവർ തള്ളി ഉന്തിക്കളഞ്ഞിട്ട് പറയുകയാണ്, നീ ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ വരികയാണോ? അതുകൊണ്ട് ഞങ്ങൾ ഫറവോനെ വിവരം അറിയിക്കും. ഫറവോനെ വിവരം അറിയിച്ചു. ഫറവോൻ അറിഞ്ഞു. മോശ പ്രാണരക്ഷാർത്ഥം മിസ്രൈം വിട്ടോടുകയാണ്. മോശ എത്തിച്ചേർന്നത് മിദ്യാനിലാണ്. മിദ്യാനിലെ പുരോഹിതനായ ഇത്രയുടെ വീട്ടിൽ ശരണത്തിന് ചെന്ന മോശയെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ മകൾ സിപ്പോറയെ അവന് ഭാര്യയായിട്ട് നൽകി. മോശ ഈ ഇത്രോയുടെ ആടുകളെ തീറ്റിക്കൊണ്ട് കഴിയുകയാണ്. മോശയ്ക്ക് അവിടെ 2 മക്കളൊക്കെ ഉണ്ടായി. അങ്ങനെ ആടിനെ തീറ്റി അങ്ങനെ പോയി മോശ സീനായി മലയുടെ ശൃംഗത്തിൽ അതിൻ്റെ മുകളിലെത്തി. അവിടെ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് മോശയെ എന്ന് വിളിക്കുന്നു. ദൈവദർശനം അന്ന് മനസ്സിലായി. അടിയൻ ഇതാ എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ ദൈവ സാന്നിധ്യം ഉള്ളതുകൊണ്ട് കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക. അത് കേവലം ഒരു ചടങ്ങല്ല. കാരണം പണ്ട് മിസ്രയീമിനെ അടിച്ചു കൊന്നപ്പോൾ അവൻ്റെ ചോര ഈ ചെരുപ്പിൽ വീണിട്ടുണ്ട്. അതാണ് കാരണം. കാലിൽ ചെരുപ്പിൽ രക്തം വീഴുന്ന കാര്യം നമുക്ക് പിന്നീട് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. യോവാബിൻ്റെയൊക്കെ കാര്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. എന്തായാലും മോശ കാലിന് ചെരുപ്പ് ഊരി കളഞ്ഞ സമയത്ത് ദൈവം പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരെ പുറപ്പെടുവിക്കേണ്ട സമയമായി, നീ വേണം അത് ചെയ്യുവാൻ. മോശയെ ദൈവം ധൈര്യപ്പെടുത്തി. അങ്ങനെ മോശ ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നു. ഇസ്രായേൽ മക്കൾക്ക് മോശ സ്വീകാര്യനായി. പണ്ടവർ തള്ളിക്കളഞ്ഞു. പക്ഷെ അന്ന് ദൈവത്തിന് സമയമായില്ല. 40 വർഷം അമ്മായിപ്പൻ്റെ ആടുകളെ തീറ്റി പരിശീലനം നേടി. ദൈവത്തിൻ്റെ ആടുകളെ തീറ്റാനുള്ള പരിശീലനമായിരുന്നു അത്. പ്രിയപ്പെട്ടവർ, ദൈവം നമുക്ക് കഷ്ടതയും ഞെരുക്കവും ഒക്കെ തരുന്നത് വെറുതെ അല്ല. ഇല്ലായ്മകൾ തരുന്നത്, കണ്ണുനീര് തരുന്നത്, കടഭാരം തരുന്നത്, രോഗം തരുന്നത് വെറുതെ അല്ല. അതൊരു ഉദ്ദേശത്തോടു കൂടെയാണ്. അത് നമ്മുടെ നന്മയ്ക്കും അനേകരുടെ നന്മയ്ക്കും വേണ്ടി ദൈവം ചെയ്യുന്നതാണ്. നമുക്ക് ദോഷം വരാനല്ല. അപ്പോൾ മോശയ്ക്ക് നല്ലൊരു ട്രെയിനിങ് വേണമായിരുന്നു. ദൈവത്തിൻ്റെ ആടുകളെ മേയ്ക്കാനുള്ള ആ പരിശീലനം ആണ് ദൈവം മിദ്യാൻ ദേശത്ത് നൽകിയിരുന്നത്. എന്തായാലും പണ്ട് ഇസ്രായേൽ മോശയെ തള്ളിയെങ്കിൽ ഇപ്പോൾ അവർ സ്വീകരിക്കുകയാണ്. മോശ പറയുന്നതെല്ലാം അവർ അംഗീകരിക്കുകയാണ്. എന്തായാലും ഫറവോൻ്റെ അടുക്കൽ മോശ ചെന്നു. അഹരോനെ കൂട്ടി മോശ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു. ഫറവോൻ അംഗീകരിക്കുന്നില്ല. ദൈവം ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. അവസാനം ഒന്നൊന്നായ ബാധകളുണ്ടായി. 10ാമത്തെ ബാധയുടെ സമയത്ത്, കടിഞ്ഞൂൽ സംഹാര സമയത്ത് ഫറവോന് അനുമതി നൽകി. അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തി. മോശയുടെ 2ാമത്തെ ദൈവദർശനം ഉണ്ടാകുന്നത് സീനായ് മലയിലാണ്. ദൈവം മോശയോട് പറഞ്ഞു, നീ മലയിൽ കയറി വരിക. ദൈവത്തിൻ്റെ 10 കൽപ്പന, ന്യായപ്രമാണം ഞാൻ നിനക്ക് നൽകാൻ പോവുകയാണ്. കാരണം ഇസ്രായേലിനെ ദൈവം പുറപ്പെടുവിക്കുന്ന ആരാധിക്കാനാണല്ലോ. ആരാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവപരിജ്ഞാനം ആവശ്യമാണ്.
അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ധാർമ്മിക പ്രമാണങ്ങൾ, അവർ പാലിക്കേണ്ട പ്രമാണങ്ങൾ നൽകാൻ വേണ്ടി ദൈവം മോശയെ ക്ഷണിക്കുകയാണ്. അങ്ങനെ മോശ 40 ദിവസം ആ സീനായ് മലയിൽ ദൈവദർശനം കണ്ടുകൊണ്ടിരുന്നു. അത് യേശുവായിരുന്നു. അതായത് സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്, അത് ആ സീനായ് മലയിൽ വെച്ച് മോശ കണ്ടത് കർത്താവായ യേശുവാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. എന്തായാലും 10 കൽപ്പനയൊക്കെ നൽകി. ആദ്യത്തെ കൽപ്പന അത് വിഗ്രഹാരാധന നിമിത്തം അത് തകർക്കപ്പെട്ടു. പിന്നീട് മോശ കൊണ്ടുവന്ന പലകയിൽ ദൈവം കൈകൊണ്ട് എഴുതി കൊടുത്തു. അത് ഇസ്രായേലിനെ പഠിപ്പിച്ചു. ദൈവം പറഞ്ഞതുപോലെ സമാഗമന കൂടാരമൊക്കെ മോശ നിർമ്മിക്കുവാൻ ഇടയായി തീർന്നു. മൂന്നാമത് ഈ സമാഗമന കൂടാരത്തിൻ്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. നമ്മുടെ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സമാഗമന കൂടാരത്തിലെ യാഗപീഠം, എപ്പോഴും തീ കത്തിക്കൊണ്ട് യാഗപീഠം അത് യേശുവാണ്. ആ പ്രാകാരത്തിലെ പിച്ചളത്തൊട്ടി, ആളുകളെ ശുദ്ധീകരിക്കുന്ന വെള്ളമുള്ള പിച്ചളത്തൊട്ടി, അത് യേശുവാണ്. അതിവിശുദ്ധ സ്ഥലത്തെ ആ നിലവിളക്ക് അത് യേശുവാണ്. കാഴ്ചയപ്പത്തിൻ്റെ മേശ അത് യേശുവാണ്. അവിടുത്തെ ധൂപപീഠം അതും യേശുവാണ്. അതിപരിശുദ്ധ സ്ഥലത്തെ ദൈവത്തിൻ്റെ പട്ടവും കൃപാസനവും അത് യേശുവാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമുക്ക് വിവിധ നിലയിൽ അവിടെ കാണാൻ കഴിയും. ഇസ്രായേലിന് പല പെരുന്നാളുകളും യാഗങ്ങളുമുണ്ട്. എല്ലാം യേശുവിനെ കാണിക്കുന്നതാണ്. ന്യായപ്രമാണം ഒരുപാട് നന്മകളുടെ നിഴലാണ്. യാഗങ്ങളായാലും പെരുന്നാളായാലും സമാഗമന കൂടാരമായാലും അല്ലെങ്കിൽ അതിലെ പുരോഹിതനായാലും ഇതെല്ലാം വിവിധ നിലയിൽ യേശുവിനെ ചിത്രീകരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അതേ കർത്താവ് വീണ്ടും വീണ്ടും മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും മോശയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഈ മോശയ്ക്ക് ദൈവദർശനം കൊണ്ടൊരു മാറ്റമുണ്ടായി. അതായത് തേജോമയനായ കർത്താവിനോടൊപ്പം 40 ദിവസം സീനായ് മലയിൽ കഴിഞ്ഞ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു, പ്രത്യേകിച്ച് മുഖം പ്രകാശിച്ചു. അതുകൊണ്ട് ജനത്തിന് മോശയുടെ മുഖത്ത് നോക്കാൻ ധൈര്യമുണ്ടായില്ല. അവർ പറഞ്ഞു, അങ്ങ് മുഖത്തൊരു മൂടുപടം ഇടണം. അവരുടെ വാക്ക് കേട്ട് മോശ ഒരു മൂടുപടം ഇടാനിടയായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ തുടങ്ങിയ ബാലന്മാർ ശാഖപദാർത്ഥവും വെള്ളവും മാത്രവും കഴിച്ചുകൊണ്ട് അവർ കഴിഞ്ഞെങ്കിലും അവരുടെ കൂടെയുള്ള ബാലന്മാരെക്കാൾ അവർ 10 മടങ്ങ് സൗന്ദര്യമുള്ളവരായി മാറി. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തന്മാർക്ക് അതുപോലെ അവരുടെ ഘടനയ്ക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന് സാധിക്കും. പുതിയ നിയമത്തിൽ എഴുതിയിട്ടുള്ളത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു, ഇതൊരു പ്രത്യക്ഷമായിട്ടില്ല. യേശു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് രോഗവും സാമ്പത്തിക ഞെരുക്കവും കടഭാരങ്ങളും ഒരുപാട് ഇല്ലായ്മകളും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ നാം യേശുവിനെ പോലെയാകും. യേശുവിനോടൊത്ത് നാം ഇരിക്കാനിടയാകും. നമ്മുടെ ബുദ്ധി അത് വർദ്ധിക്കാനിടയാകും. അതുപോലെ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനിടയാകും. അന്ന് ഭാഷാ പ്രശ്നം ഉണ്ടായിരിക്കുകയില്ല, കാലാവസ്ഥയുടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുകയില്ല. അന്ന് എല്ലാവരും ദൈവദൂതന്മാരെ പോലെ അല്ലെങ്കിൽ യേശുവിനെ പോലെയാകും. ഇതാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ള പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് ദർശനം തന്നത് അവനെപ്പോലെ നാം ആകാൻ വേണ്ടിയാണ്. റോമാലേഖനം 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരാകാൻ നമ്മളെ ദൈവം മുൻനിയമിച്ചിരിക്കുന്നുവെന്നാണ്. ഈ ഭൂമിയിൽ വെച്ച് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഐക്യത നമുക്കുണ്ടാകും എന്നുള്ളത് ശരിയാണ്. എന്നാൽ കർത്താവിൻ്റെ വീണ്ടും വരവോടുകൂടെ നമ്മൾ എല്ലാ അർത്ഥത്തിലും കർത്താവിനെ പോലെ ആകും. അതാണ്
കർത്താവ് നമുക്ക് തരുന്ന വലിയ പ്രത്യാശ. അതുകൊണ്ട് ഈ എളിയവരായ നമുക്കൊക്കെ ഈ ദൈവദർശനം കർത്താവ് നൽകിയല്ലോ, കർത്താവ് പേർ ചൊല്ലി നമ്മളെ വിളിച്ചല്ലോ, നമ്മളെ ദൈവമക്കളാക്കിയല്ലോ, നമ്മോടൊത്ത് വസിക്കുന്നല്ലോ എന്നോർത്ത് നമുക്ക് അഭിമാനം കൊള്ളാം. മാത്രവുമല്ല, ഏറെ താമസിയാതെ കർത്താവ് മഹാകാഹളനാദത്തോടുകൂടെ വരുമ്പോൾ നാം കർത്താവിനോട് കൂടെ നിത്യകാലമായിരിക്കും. അന്ന് യാതൊരു കണ്ണുനീരോ അല്ലലോ ബുദ്ധിമുട്ടോ ഉണ്ടായിരിക്കുകയില്ല. തീർച്ചയായിട്ടും കർത്താവിനോടൊത്ത് നമുക്ക് ആനന്ദിക്കാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. അതിൻ്റെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങൾ ലോകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് മഹാവ്യാധികളുണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, ക്ഷാമം അവിടെ ഉണ്ടാകും, യുദ്ധങ്ങൾ വർദ്ധിക്കാനിടയായിത്തീരും. ഇതെല്ലാം ഇന്ന് നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം രോഗങ്ങളാണ്, മരുന്നില്ലാത്ത രോഗങ്ങൾ. അതുപോലെ തന്നെ യുദ്ധങ്ങൾ, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത യുദ്ധങ്ങൾ, യുദ്ധക്കെടുതികൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല സ്ഥലത്തും ഭൂകമ്പങ്ങൾ നാശം വിതയ്ക്കുന്നത്, കടലിളക്കങ്ങൾ, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നത്. ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങളാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ താനിരിക്കും പോലെ തന്നെ കാണും കർത്താവിൻ്റെ ആ വലിയ ദർശനം അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കണ്ടതുപോലെ കർത്താവിൻ്റെ ആ ദർശനം നമ്മൾ കാണും. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് അവൻ്റെ ദാസന്മാർ അവൻ്റെ മുഖം കാണും എന്നാണ്. നമുക്ക് അവൻ്റെ മുഖം കണ്ട് കർത്താവിനെ തൊട്ടുരുമ്മി കർത്താവിനെ ആരാധിക്കാനായിട്ട് സാധിക്കും. മരണമോ ദുഃഖമോ വേർപാടോ സങ്കടമോ പട്ടിണിയോ ഇല്ലാത്ത ആ ദൈവരാജ്യം നമ്മുടെയൊക്കെ ജീവിതത്തെ അന്വർത്ഥമാകും. അതിനാണ് കർത്താവ് നമുക്ക് ദർശനം തന്നത്. അതുകൊണ്ട് ഈ കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാൻ സാധിക്കട്ടെ, നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.